പ്രാർത്ഥന, വചനവായന ഇതൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ മറ്റൊരു തലമാണ് ദൈവത്തിന്റെ പ്രവർത്തികളെ പ്രഘോഷിക്കുക എന്നത്. ദൈവപ്രവർത്തികളുടെ പ്രഘോഷണവുമായി ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ദൈവം ഒത്തിരി വാർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഉടച്ചു വാർത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. വളരെ വ്യത്യസ്തതയാർന്ന ഒരു ജീവിതമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇന്ന് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ അവര് വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടനൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ചിന്നക്കുട്ടൻ, മേലാറ്റൂര്. എനിക്ക് മൺപാത്രം നിർമ്മാണം പണിയാണ്. നമ്മൾ വീഡിയോയിലൊക്കെ വളരെ മനോഹരമായിട്ട് കണ്ടു. ഞങ്ങൾ ആദ്യകാലങ്ങൾ തന്നെ മൺപാത്രം തന്നെ നിർമ്മിച്ചു. നമ്മൾ ആദ്യകാലങ്ങളൊക്കെ മൺപാത്രത്തിൽ തന്നെ ജോലി ചെയ്യുന്ന മക്കളാണ്. ചേച്ചിയുടെ പേര് രാധ. ചേച്ചിയുടെ മൺപാത്രത്തിന്റെ കൂടെ തന്നെ എല്ലാത്തിനും ഉള്ള ആളാണ്. അതെ, വീഡിയോയിലൊക്കെ ചേച്ചി എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണാനുണ്ടായിരുന്നു. അത് ഒറിജിനാലിറ്റി തന്നെയാണ്, മേക്കപ്പ് ഒന്നല്ല. ഉണ്ടാക്കുന്നതന്നെ. മക്കളൊക്കെയോ? മൂന്ന് മക്കള്. 3 പേര്. 2 പെണ്ണ് ഒരാണ്. മൂത്ത മോളെ രഞ്ജിത, താഴെ രാജേഷ്, രാജിമോള്. 3 പേര്. എല്ലാവരുടെയും കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? കല്യാണം കഴിഞ്ഞു. കൊച്ചുമക്കളും ഒക്കെ ആയി. 7 7 പേരക്കുട്ടികളുള്ള വല്യപ്പനും വല്യമ്മയാണ് ഈ ഇരിക്കുന്നത്. വളരെ മഹനീയമായൊരു തൊഴിലാണെന്ന് തന്നെയാണ് പറയേണ്ടത്. ശരിക്കും കാണുമ്പോൾ ഉള്ള കൗതുകവും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്ങനെ ഇത് ചെയ്യുന്നു, ഇത്ര ഒരു കൈവഴക്കമൊക്കെ ഉണ്ടല്ലോ അതിനുണ്ട്. 12 വയസ്സിൻ്റെ ഉള്ളിൽ കൈയും കാലൊക്കെ മടങ്ങി വരണം. വെല്ലുകളും കൈകളൊക്കെ നല്ല സ്പോർട്ടായിട്ട് വരണം. കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. അത് സർക്കസിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അത് നല്ല കുമ്പിളിലും നൂറിലൊക്കെ വേണം. ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും കഴിയില്ല. മണ്ണൊക്കെ ചവിട്ടി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ മണ്ണ് അരയ്ക്കാനുള്ള മെഷീനൊക്കെ ആയി. ഒന്നും കൂടിയൊക്കെ ഫിനിഷിങ്ങിലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. നിങ്ങളുടെ പാത്രങ്ങളുടെ ഫോട്ടോയും ഒക്കെ കണ്ടിരുന്നു. വളരെ മനോഹരം, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, വളരെ ഷേലായിട്ടുണ്ട് അത് കാണാനും ഒക്കെ. അപ്പം എല്ലാ സാധനവും വൃത്തി, ക്ലാരിറ്റി വേണം. എല്ലാ സാധനവും വൃത്തി ഉണ്ടെങ്കിൽ എന്നൊരു വരാനുള്ള ഒരു സാധനം എടുക്കില്ല. ഒരു തുണിയാണ് ചെല്ലുണ്ട്. അവരെല്ലാം വൃത്തി പോലെ നല്ല പണിയുണ്ട്, കുറച്ച് അധ്വാനിക്കണം. വൃത്തിയുള്ളത് കൊണ്ട് മറ്റേത് നമ്മൾ ആദ്യം ഏറ്റിങ്ങനെ നടന്ന് വീടുകളിലൂടെ വിൽക്കുമായിരുന്നു അല്ലേ ആദ്യമൊക്കെ. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഫിനിഷിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ ഞങ്ങള് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് അപ്പം വണ്ടിക്ക് കൊണ്ടുപോയി അവിടെ കുറച്ച് പൈസ കുറഞ്ഞാലും ഇപ്പൊ ഒരുമിച്ച് പൈസ കിട്ടും. 100 റുപ്യ കിട്ടുന്ന സാധനത്തിന് ഇതൊരു 60 റുപ്യ 70 റുപ്യ കിട്ടും. നടക്കണ്ടല്ലോ. ഞാൻ ചെറുപ്പകാലത്തിന് ഏറ്റി ബിസിനസ് ചെയ്തതാണ്. 10-12 വയസ്സിൽ ഏറ്റി നടന്നിരുന്നു. കുറേ കാലങ്ങൾ ഏറ്റിയും തലയിലത്തെ മുടിയൊന്നും ശരിക്കും പോയതല്ല. എൻ്റെ ചെറിയച്ഛന്മാരൊക്കെ ഇപ്പോഴും മുടിയുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തില് പക്ഷെ പെട്ടെന്നൊരു വില്ലനെ പോലെ എന്ന് വേണേ പറയാം അല്ലേ? ചേട്ടനൊരു ക്യാൻസറും കാര്യങ്ങളും ഒക്കെ വന്നു. ഞങ്ങളോട് അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ഇവർക്ക് ഇങ്ങനെ വയറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേദനയാണെന്ന് പറഞ്ഞു. ഒത്തിരി വർഷം മുമ്പാണ്. 22 വർഷമായി. 22 വർഷം. അപ്പൊ വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണിച്ചു, പെരിന്തൽമണ്ണ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഇത് നിങ്ങൾ മഞ്ചേരി ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. മഞ്ചേരി കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടെ സ്കാൻ ചെയ്തപ്പോൾ ഒരു ഉണൽ പോലെ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ട് ബ്ലാഡറിൽ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോഴിക്കോട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് ഞങ്ങൾ 2 പേരാണ് പോയത്. കോഴിക്കോട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ
പരിശോധിച്ച് മരുന്ന് തന്നു വിട്ടു. പക്ഷെ ഇവർക്ക് വേദനയ്ക്ക് കുറവൊന്നുമില്ല. പിന്നെ അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ പിന്നെ ഡോക്ടർ ഇവിടുന്ന് ഉള്ളിൽ നിന്നൊരു സാധനം എടുത്ത് ഇവിടേക്ക് അഴിക്കണം എന്ന് പറഞ്ഞു. അഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അഴിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അഴിച്ചിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി, 14 ദിവസം കഴിഞ്ഞിട്ട് വരാൻ, റിസൾട്ടിന് വേണ്ടി വരാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ കലം ചുമന്ന് ഇങ്ങനെ അങ്ങാടിപ്പുറം വഴിക്കാനെ ചട്ടിയായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവരെ ഇങ്ങനെ ചോദിക്കും, ഏട്ടൻ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഏട്ടന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ താത്ത ഇതുപോലെ പറഞ്ഞു ഇങ്ങനെ ഇതിൻ്റെ അവരുടെ കുടുംബത്തിലൊരാൾക്ക് തന്നെ അങ്ങനെ മുഴ ഉണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടു. ഇനി അതാവാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ നേർച്ച നടന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. 14 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞു. ഡോക്ടർ വീട്ടിലാണ് പോയത്. ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. ഫസ്റ്റ് ഇവരെ വിളിച്ചു. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ക്യാൻസർ ആണെന്നുള്ളത്. പക്ഷെ ഞാനത് അറിയില്ല. ഇവരെ ആദ്യം വിളിച്ചു ക്യാൻസറാണ്, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഇവരെ പുറത്ത് വിട്ടു. ലാസ്റ്റ് എന്നോട് അവർ ചോദിക്കുകയുണ്ടായി ഡോക്ടർ, പിന്നെ പറഞ്ഞു ഭർത്താവിന് ഇങ്ങനെ ക്യാൻസറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വീണു. പെട്ടെന്ന് സ്ട്രോക്കായിപ്പോയി. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കരഞ്ഞു അവിടെ ഇരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി എടുത്ത് തന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, പിന്നെ നമുക്ക് ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ എണീച്ച് നോക്കുമ്പോൾ പിന്നെ അവിടെ ക്രിസ്ത്യൻസ് ആയിരുന്നു ഡോക്ടർ. ഒലുമലേൻ്റെ മുകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് നോക്കി എന്നെ പ്രാർത്ഥിച്ചു, ഈശോയെ നീ അല്ലാതെ വേറൊരു ദൈവം എനിക്കില്ല എന്നുള്ള കരഞ്ഞു പോയി. വളരെ സങ്കടകരമാണ് ഈ ഒരു സമയത്ത്. എനിക്കറിയാം സാമ്പത്തികമായിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലുള്ളൊരു സമയമാണ്. അവിടേക്കാണ് ക്യാൻസർ ആണ് എന്നുള്ളൊരു വാർത്ത അറിയുന്നത്. മക്കൾക്കൊക്കെ ആ ഒരു സമയത്ത് എന്ത് പ്രായം ഉണ്ടാവും? 3 പേരും ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? കുഞ്ഞു മക്കളായിരുന്നു. ഒന്ന് 6-ല്, ഒന്ന് 3-ല്, ഒന്ന് 2-ല് പഠിക്കുന്ന മക്കൾ. 25 വയസ്സ് പ്രായമൊക്കെ ഉള്ളൂ എനിക്ക്. ചേട്ടൻ ആ സമയത്ത്? എനിക്ക് 36 വയസ്സ്, 36 വയസ്സ്. ഓ, വളരെ ചെറുപ്പത്തിലാണ്. 36 വയസ്സ്. ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഇത് വീട്ടിലെത്തുന്ന വരെ ഞങ്ങൾ പിന്നെ സംസാരിച്ചിട്ടില്ല. കരച്ചിലോട് കരച്ചിലാണ്. വീട്ടിൽ വന്നിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിയോട് ഞങ്ങളെല്ലാവരും കരയാൻ തുടങ്ങി. അതിലങ്ങനെ തന്നെ ഇവിടുന്ന് ടെസ്റ്റ് കിട്ടി, ടെസ്റ്റ് വായിച്ചു. പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് എവിടെന്നോ പൈസ 14,000 റുപ്യ എവിടെ നിന്ന് കിട്ടണു. ഈ ഡോക്ടർ 14,000 റുപ്യ പെട്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ ചെയ്യണം. പെട്ടെന്ന് 14,000 റുപ്യാണ്, 4 ബ്ലഡ് വേണം. മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവിടെ എന്തോ വർക്ക് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പൈസ ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അതിന് പൈസ ആയിട്ട് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് പൈസ ആയിട്ട് പോയി. പക്ഷെ ആ പൈസ ഒന്നും വേണ്ടി വന്നില്ല. ചെറിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ പൈസ ഒന്നും ഇല്ലാതെ തന്നെ ഒരു 10,000 റുപ്യ ചിലവായുള്ളൂ. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു തന്നു. മരുന്ന് എനിക്ക് സഹായിക്കുകയും. പക്ഷെ പുറത്തു കൂടെ അങ്ങനെ കാണുന്ന ഒരു ഓപ്പറേഷനാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അതൊന്നല്ല, ബ്ലേഡർ കൂടെ ഉള്ള ഒരു ഓപ്പറേഷനാണ് അത്. പിന്നെ ഇവർ നടന്ന് തന്നെ വന്നത്. ഞങ്ങൾ നടന്ന് ബസ്സിലൊക്കെ, പിന്നെ ബസ്സിലാണ് വീട്ടിലേക്കൊക്കെ പോയത്. ഓപ്പറേഷൻ ചെയ്തു. അതെങ്ങനെയാണ് ബ്ലഡ് വേണം പറഞ്ഞു. ബ്ലഡ് ഞാൻ ഓപ്പറേഷൻ വലിയ ഓപ്പറേഷനാണ് പറഞ്ഞതിനോട് ഡോക്ടർ. അതിനെ പറഞ്ഞ് ഞാൻ കടന്നു കൊടുത്ത് ഞാൻ എന്തോ ഒരു അരൂപിയിലൂടെ ഞാൻ കുറേ നയിച്ചു. ഈ ഒരു ഐസിയുവിൽ കിടത്തിയിട്ട് ഒരു പച്ചയായ ഒരു ജലാശയം, ഒരു പച്ച സ്ഥലത്ത് ഞാൻ ഉറങ്ങുകയാണ്. എനിക്ക് ഐസിയുവിൽ കിടക്കുന്നവരോ എനിക്ക് യേശുവിനെ പറ്റിയോ പ്രാർത്ഥനയെ പറ്റിയോ ഒന്നും ഒരു ബോധ്യമില്ലാത്ത ആളാണ്. ഇവള് ഭാര്യ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന വെച്ച്. ഞാനതിന് അന്ന് എനിക്ക് കിട്ടിയ ബോധ്യങ്ങളാണ് ഈ ഞാൻ മരിച്ചു കിടക്കുകയാണ്, എന്നെ പച്ചയായ സ്ഥലത്തു കൂടെ കൊണ്ടുപോകുക. അന്ന് എനിക്ക് വചനം കാര്യങ്ങളൊന്നും അറിയില്ല. അതിന്ന് 23-ാം സങ്കീർത്തനത്തിലാണ് അത് പറയുന്നത്. അന്ന് ആ മരണത്തോട് താഴ്വര നടന്നാലും എനിക്കത് സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു വചനം. അങ്ങനെ അങ്ങനെ പോയി ടെസ്റ്റ് കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു. 14,000 റുപ്യാണ്, 3,000 റുപ്യ ഉണ്ട്, എല്ലാം കഴിഞ്ഞു. ഡോക്ടർ ആരും തിരിഞ്ഞു നോക്കില്ല. 4 നേരം വരെ എൻ്റെ അടുത്തേക്ക്. പക്ഷെ വന്നാലും ഇവർക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. കൈ പിടിച്ച് നടത്തണം. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർ മൂത്രം ഒഴിക്കുകയാണ്, നല്ല ചോരയാവും ഇങ്ങനെ പോയിരുന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് ഇത് ക്യാൻസർ ഭേദപ്പെടുകയല്ലോ ചെയ്തത്.
ജസ്റ്റ് ഒരു ഓപ്പറേഷൻ അതിന്റെ ഇടയിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ മൂത്രം ബ്ലഡ് കളറ് മാറി പിന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഒഴിക്കണതൊക്കെ ചോരയായിരുന്നു. പിന്നെ ഒരാൾ ഞാനും അമ്മയൊക്കെ പിടിച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകലും പിന്നെ കൊണ്ടുവരലൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ പുറത്തന്നെ ബാത്റൂമൊന്നുമില്ല. പുറത്തങ്ങനെ ആ കാലത്ത് അങ്ങനെയായിരുന്നു. പുറത്തപ്പോൾ മറയൊക്കെ കെട്ടിയിട്ടാണ് മൂത്രമൊഴിക്കാനൊക്കെ പോകാം. മറ കെട്ടിയ അവിടെ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ചോര മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരിങ്ങനെ ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ തീരെ പണിയെടുക്കാനും വയ്യ, നടക്കാനും വയ്യ, മരിച്ചു എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് നിന്നതാണ് സമയം. ഈ ഒരു സമയത്ത് എനിക്കൊന്ന് മൂത്ത മോൾക്ക് ഇച്ചിരി ഒരു ഓർമ്മയുണ്ട്, നല്ലതുപോലെ ഓർമ്മയുണ്ട് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള. അപ്പം മോള് നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു. അന്ന് ഞങ്ങൾ 3 മക്കളാണ്. പിന്നെ ഞാൻ അന്ന് 5ൽ നിന്ന് 6ാം ക്ലാസ്സിക്ക് ജയിച്ച സമയമൊക്കെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ ആശുപത്രിക്കൊക്കെ പോകും. അപ്പം അന്ന് ആരും പൈസ ഒന്നും കൊടുക്കാനില്ലാത്ത സമയമാണ്. പിന്നെ അച്ഛൻ അമ്മ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ആശുപത്രിക്കൊക്കെ പോയി വരും. എന്നിട്ട് പറയാം അച്ഛൻ, എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കണത്, എനിക്കാരുമില്ലല്ലോ, സഹായിക്കാനും ആരുമില്ല, ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് കൊടുത്താലും അന്ന് മാറില്ല, അങ്ങനെയൊക്കെ പറയണ അവസ്ഥയായിരുന്നു. കുഞ്ഞു കുട്ടികളല്ലേ ഞങ്ങൾ, 3 മക്കളാണ്. അപ്പം ഞാനാണ് മൂത്തത്. അതിൻ്റെ താഴെ ഒന്ന് 2 കുട്ടികളായിരുന്നു. അച്ഛനും പാലേക്കുമ്പോൾ സങ്കടം വരിക. അച്ഛനന്ന് ആസ്പത്രിക്ക് ആരും കൊണ്ടുവരും. അപ്പോൾ പറയും, എവിടുന്നാ പൈസ, വീട്ടു ചിലവ്, കുട്ടികളെ നോക്കണം, മൺചട്ടി ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് വിൽക്കാൻ കഴിയുള്ളൂ. അപ്പം അതിനൊന്നും അച്ഛന് കഴിയില്ലല്ലോ. പിന്നെ ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് വിൽക്കാൻ അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അന്ന് ചിലവിന് ഇതിനൊക്കെ പൈസ വേണമല്ലോ. അതെന്നെ അന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് കഴിയുക. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ചട്ടികളൊക്കെ കൊണ്ട് വിൽക്കാനൊന്നും പോകാനും പറ്റില്ലല്ലോ, ആസ്പത്രിക്ക് പോവുക വരിക. അപ്പോൾ ഡോക്ടർമാർ എല്ലാവരും പറയും ക്യാൻസറിൻ്റെ അങ്ങനത്തെ അസുഖം വന്നാൽ പിന്നെ ആരും അങ്ങനെ മരുന്ന് എത്ര ചികിത്സിച്ചാലും ബാക്കിയാവില്ല. അപ്പോൾ പിന്നെ അച്ഛനൊരു ദിവസം ഞങ്ങളൊക്കെ കണ്ട് തള്ളി ഒഴിവാക്കി റൂമിനകത്ത് കഥ അടച്ചാണ് നിന്നു. കഥ അടച്ച് നിന്നിട്ട് പറഞ്ഞു, ഇന്നെ കുട്ടികളെ നോക്കിക്കോ, ഇന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛനൊന്ന് വാതിലടച്ച് അകത്തേക്ക് പോയിട്ട് തൂങ്ങിയിരിക്കാനൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ എന്ന് പറയുന്ന അച്ഛന് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അച്ഛനും മതി, അച്ഛനൊന്നും ഇതാക്കണ്ട, എങ്ങനെയും ഞങ്ങൾ അച്ഛനെ നോക്കി, അച്ഛനൊന്നും മരിക്കാൻ അതിനൊന്നും പോകണ്ട, നമുക്ക് കഴിയണമാരൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടന്ന് അങ്ങനെ അന്ന് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മക്കളെ ഞാൻ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ ആയാലും വേണ്ടില്ല, കഴിയണ പോലൊക്കെ നമുക്ക് ജീവിക്കാൻ പറഞ്ഞു. അച്ഛൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഞങ്ങളങ്ങനെ കൂട്ടിപ്പിടിച്ചു. പറഞ്ഞു നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ വലിയച്ഛൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ പറഞ്ഞു, ആ വലിയച്ഛൻ ഇങ്ങനെ എപ്പോൾ പറയും, നമുക്ക് പ്രാർത്ഥിക്കുക, ഡിവൈൻ ധ്യാന കേന്ദ്രത്തേക്ക് പോയാൽ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് അസുഖം പറഞ്ഞ് നമുക്ക് പോവുക, എല്ലാ വാതിലും അടഞ്ഞല്ലോ, ഇനി നമുക്ക് അതിലേക്ക് പോയിട്ട് ഒന്ന് നോക്കാം. അങ്ങനെ പോയി ഡിവൈനിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ്. പിന്നെ അച്ഛനിങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ ആയി. അപ്പോഴും അച്ഛന് ഈ വിശ്വാസത്തേക്ക് വരണമെന്നാണ്. അപ്പം പിന്നെ പറഞ്ഞു, ഇനിയിപ്പോൾ ആ ദൈവം ഇതിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാനതിൽ ആ ദൈവത്തിന് വിശ്വസിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് പ്രാർത്ഥനയിലും ഇതിലൊക്കെ അമ്മയും അച്ഛനും കൂടി അങ്ങനെ പോയത്. ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലേ? അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു അവസ്ഥ ഇല്ലല്ലോ. പിന്നെ ഇന്ന് കാലങ്ങളിൽ ഏത് സംഘടനയിലും പല പാർട്ടിയിലും അവരെങ്കിലും പിരിച്ച് 10 രൂപ തരും. അന്ന് കാലങ്ങളിൽ ചോദിക്കാൻ പോലും ആളില്ല. 50 രൂപയൊക്കെ വരും ഒരു ഗുളികയ്ക്ക്. ഞങ്ങൾ ആസ്പത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുളിക കഴിച്ച് 1000, 2000, 3000 രൂപയ്ക്കായിട്ട് പോയാൽ ഒന്നും ഇല്ലാതെ ചായ പോലും കുടിക്കാതെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ഗുളിക വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ഇനി ഗുളിക നിങ്ങൾ വാങ്ങണ്ട, എൻ്റെ വകയായിട്ട് ഞാൻ തരാൻ പറഞ്ഞു. ആ ഡോക്ടർ ഞങ്ങൾ പോകുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഗുളികയും ഈ നല്ല വിലപ്പിടിപ്പുള്ള ഗുളികയാണ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് ഞങ്ങൾക്ക് തന്നു വിടലുണ്ട് ആ ഡോക്ടർ. ഞാൻ മരിക്കുന്നുള്ള ഒരു ഇതായപ്പോൾ ഇവർക്ക് മാനസികമായി. പിന്നെ ഇവർ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെ പറയും നമുക്ക് ഒന്നും മനസ്സിലായില്ല. ഇവരിങ്ങനെ പറയാം, അങ്ങനെ വെറുതെ ഓരോന്ന് പറയുക. ഡിവൈനിലൊക്കെ പോയിട്ട്
ഇവർ എന്നെ പറയാൻ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഗുളിക തരും. പക്ഷെ ആ ഗുളിക കഴിച്ചവർക്ക് ഓർമ്മയില്ല, വെറും മയങ്ങി കിടക്കും. അങ്ങനെ ഇരുന്നു അവിടെ. ഇനി ഞങ്ങളവിടെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാമൻകുട്ടി ചേട്ടൻ, രാമൻകുട്ടി മാമിനെ ഞങ്ങൾ വിളിക്കുമായിരുന്നു അവിടെ സഹായിക്കാൻ വേണ്ടി. നിങ്ങളുടെ ഇവര് ചെറിച്ച രാമൻകുട്ടി ചേട്ടനും കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കൊന്ന് കേട്ടോ. ഏട്ടൻ്റെ മോനെ അങ്ങനെ സുഖമില്ലാതെ ഞങ്ങൾ മെഡിക്കൽ കോളേജ്, ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകുന്നപ്പോൾ അത് പറഞ്ഞു, ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ മേലാറ്റൂർ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ചോരയാണ് വരുന്നത്. അങ്ങനെ ഞാനും ചിന്നക്കുട്ടൻ്റെ ഭാര്യയും രണ്ട് തോളിലും കൈയിട്ടിട്ടാണ് കൊടുന്നത്. അമല ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കുറേ ബുദ്ധിമുട്ടുള്ളത് ബ്ലാഡർമലാണ്, സൂക്കേട്, ഇങ്ങനെ പല ബുദ്ധിമുട്ട് വരും, അത് കണ്ടമാനം പൈസ ചിലവുണ്ടാവും. ഈ മൺപാത്രം ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ ഈ പൈസ നല്ല ബുദ്ധിമുട്ടുണ്ട്. അന്ന് പൈസയ്ക്ക് നല്ല ഡോക്ടർ പറഞ്ഞു നല്ല പൈസ ചിലവുള്ള രോഗമാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ചികിത്സ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദാനത്തിന് പോയി, ഡിവേ ദാന കേന്ദ്രത്തിൽ പോയി. അങ്ങനെ ദാനം കൂടി പോന്ന് പിന്നെ അച്ഛൻ പറഞ്ഞു അവിടുന്ന്, പിന്നെ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഇനി ദൈവത്തിൻ്റെ അടുത്താണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇനി അവിടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി ദാനം കൂടി. അപ്പോൾ ഏതൊരു സമയത്ത് നിങ്ങൾ അമലയിലേക്ക് പോകേണ്ടി വന്നത്? പിന്നെ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഈ ഒരു ഓപ്പറേഷന് ശേഷം പിന്നെ അമലയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര വയ്യായി ഉണ്ടായിരുന്നു, ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഇവര് എന്നോടൊന്നും പറയാതെയാണ് പോയത്. ഇപ്പൊ അങ്ങനെ ഈ ക്യാൻസർ സെന്റർ തൃശ്ശൂർ അമലയിലാണല്ലോ ഏറ്റവും, അപ്പൊ അവിടെയാണെങ്കിൽ എനിക്ക് സുഖമാവും എന്നുള്ള ഒരു ഇതിലാണ് ഇവർ അമലയിലേക്ക് പോയി ടെസ്റ്റൊക്കെ. ഞങ്ങളിവിടെ വിഷമിച്ച്, അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ പോയി ഇവർ ഡോക്ടറെയൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് പിന്നെ ഒരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഇവർ അവിടുന്ന് പോയിട്ട് തിരിച്ച് വന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ അവിടെ തന്നെയാണ് പിന്നെ ചികിത്സ ആ ഡോക്ടറെ അടുത്ത് തന്നെ. ധ്യാനത്തിന് ഇവരെ കൊണ്ടുപോയി എന്നല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ആൾക്കാർ അടുത്തുനിന്ന് തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോനെ കണ്ടു, എനിക്ക് കണ്ണിൽ യൂനിയക്കാരനായിരുന്നു, അയാളുടെ കണ്ണിൽ മണൽ ചാടിയിട്ട് പിന്നെ 2 കണ്ണും കാഴ്ച പോയിട്ട് അയാൾക്ക് കാഴ്ച കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ നുണ പറയായിരിക്കും, ഇത് എന്താണെന്ന് അറിയില്ല, എനിക്ക് വിശ്വാസമില്ലല്ലോ, കാരണം വിശ്വാസം ചെറുതായിട്ടുണ്ട് പക്ഷെ പൂർണ്ണ വിശ്വാസം ഇല്ല. അപ്പോൾ ഇവരിവിടെ കാണിക്കുന്നത് എന്താ, പിന്നെ ഇവർ വെറുതെ പറയായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ ഇവരെയാണ് നോക്കണത്. ഇവർക്ക് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണുണ്ടോ, ഞാൻ പ്രാർത്ഥനയ്ക്കല്ല ചിന്തിക്കണത്, ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കണുണ്ട്, ഇവരെ നോക്കണുണ്ട്. ഇവർക്ക് ഇനി ചിലവരിങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്, ചിലർക്ക് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവർക്കൊന്നും സംഭവിക്കണില്ല, ഇവരിന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കള്, അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 ദിവസം വരെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3ാമത്തെ ദിവസം ഒരു അമ്മയും ഒരു മോളും വന്നിട്ട് അവർ ഹാളിൽ അഡ്മിറ്റ് ആക്കിയിരുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ച് പറഞ്ഞ് വരുന്നുണ്ട്, ഞങ്ങളെ കുട്ടിക്ക് സുഖപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. 12 വയസ്സായ കുട്ടി, ആ കുട്ടി ജന്മലാലെ ഇരുന്നിട്ടുമില്ല, എണീറ്റ് നടന്നിട്ടുമില്ല കുട്ടി. അപ്പോൾ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, തളർവാദ രോഗിക്ക് ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തനിക്കച്ഛൻ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി, ഞങ്ങളെ കുട്ടി എണീച്ച് നടന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു സ്റ്റേജിലേക്ക് കൊടുന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ആ കുട്ടീനായിട്ട് ആ കുട്ടീനെയും കൊടുന്ന് സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ ആ കുട്ടി മെല്ലെ മെല്ലെ അങ്ങനെ നടക്കണു. പക്ഷെ അന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇത്രയും ശക്തിയുള്ള ഒരു ദൈവത്തിനെ നമ്മൾ ഇപ്പോഴാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ചേച്ചിയുടെ സഹോദരനാണ്, ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പൊ ചാമിക്കുട്ടിയേട്ടനും നമ്മുടെ കൂടെ ഉണ്ട്, ചാമിക്കുട്ടിയേട്ടൻ ഒന്ന് കേൾക്കാം. ഞാൻ 28 വർഷം പിന്നെ യേശുവിനെ അറിഞ്ഞ് പോട്ടാശ്രമത്തിൽ സ്ഥിരം പോകുമായിരുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. ഞാനൊരു മദ്യപാനി, ഒരുപാട് തളർച്ചയിൽ വന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ഡിവൈ ദാനകേന്ദ്രത്തിൽ പോയി ദാനം കൂടി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും യേശുവിനെ അറിയണം, യേശുവിനെ അറിഞ്ഞ് രക്ഷ പ്രാപിക്കണം. കാരണം ഒരുപാട് ആ മക്കൾ രോഗത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നൊക്കെ കഴിഞ്ഞു പോകുന്നവരാണ്.
അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വചനോത്സവം കൂടുതൽ പോട്ടയിൽ നിന്നും ഡിവയിൽ നിന്നൊക്കെ വാങ്ങി മൺപാത്രം കച്ചവടം കോഴിക്കോട് ഭാഗത്തും പല സ്ഥലങ്ങളിലും കച്ചവടം ചെയ്യുമ്പോൾ കൊട്ടിയിൽ വെച്ച് മൺപാത്രം വിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യും, വചനോത്സവം കൊടുക്കുകയും ചെയ്യും. അതിനിടെയാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ചിന്നുകുട്ടൻ രോഗാവസ്ഥയിൽ വന്നു. അങ്ങനെ ഞാൻ ഒരുപാട് തവണ ആ മകനോട് പറഞ്ഞു, യേശുവിനെ അറിയണം, രക്ഷ പ്രാപിച്ചു വേണം, ഇങ്ങനെ നിങ്ങളെ പോയാൽ പറ്റില്ല. പക്ഷേ അപ്പോൾ മോന് ശ്വാസം മുട്ടലാണ്, എപ്പോഴും ശ്വാസം മുട്ട്, ഒന്നരാട് രാത്രി തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും പറഞ്ഞു, മോനെ അപ്പോൾ ഈ പോട്ടയിലൊന്ന് കൊണ്ടുപോയാൽ എൻ്റെ മകൻ്റെ സുഖം പ്രാപിച്ചു, യേശു സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ബസ്സിന് പോയി പോട്ടാശ്രമത്തിൽ ഒരു ദിവസ ദാനം, അങ്ങനെ ശനിയാഴ്ചയാണ് ദാനം, പോട്ടാശ്രമത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച ഫലമായി ആ മകൻ്റെ പൂർണ്ണമായി സൗഖ്യം കൊടുത്തു ഈശോ, ആ ശ്വാസം മുട്ട്. പിന്നീട് എങ്ങനെ നിന്ന് പിന്നെ അവരെ വരാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെയാണ് അറിയുന്നത് ചിന്നുകുട്ടിന് ക്യാൻസർ പിടിപെട്ടുന്നു. ക്യാൻസർ പിടിപെട്ട ശേഷം പിന്നെയും ഞങ്ങൾ ഒട്ടേറെ പറഞ്ഞു, യേശുവിനെ അറിയണം, യേശുവിൻ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും വിശ്വാസമായ ഹോസ്പിറ്റലുകളും പോയായിരുന്നു. അവസാനം പിന്നെ ചിന്നുകുട്ടൻ ഈ രോഗം വന്ന ശേഷം മരിക്കാൻ പോയി. ഈ മരിച്ചാൽ മതി, ട്രെയിനിൽ തലവെച്ച് മരിക്കണമെന്ന് പറഞ്ഞ് ഓടിപ്പോയപ്പോൾ എല്ലാവരും ആൾക്കാരെ കൂടി പിടിച്ചു വന്ന് അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു. നിർബന്ധത്താൽ ഞാനും പറഞ്ഞു പോട്ടയിൽ ഡിവൈ ദാനകേന്ദ്രത്തിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈ ദാനകേന്ദ്രത്തിൽ പോയി ചിന്നുകുട്ടനെ അവിടെ കൊണ്ടിരുത്തിയപ്പോൾ ഒരു അസ്വസ്ഥ, കാരണം അവിടെ നിൽക്കാൻ തോന്നുന്നില്ല. എന്നോട് പറയുന്നു പോകണം എന്ന് പറഞ്ഞു, പക്ഷെ നിൽക്കാൻ തോന്നുന്നില്ല. അങ്ങനെ നിന്നപ്പോൾ ആ സമയത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 12 വയസ്സായ ഒരു മോള് പ്രസവിച്ച്, പിന്നെ ആ മോള് ഭൂമിയിലേക്ക് ചവിട്ടാത്ത മോൾ ആ സമയത്ത് ആരാധന സമയത്ത് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി ആ അനുഭവം ചിന്നുകുട്ടൻ കണ്ടപ്പോൾ വലിയൊരു വിശ്വാസത്തിലേക്ക് ഈ ചിന്നുകുട്ടൻ വന്നു. അങ്ങനെ തിരുവോസ്തിരുന്ന് രക്തമൊഴിയ ആ അനുഭവം ചിന്നുകുട്ടൻ അറിഞ്ഞു. അന്ന് തൊട്ട് ഈശോയ്ക്ക് നല്ലൊരു വിശ്വാസമായി ചിന്നുകുട്ടേറ്റൻ ആ വിശ്വാസത്തിലേക്ക് വന്നു. എന്നെ പോലെ തന്നെ ശുശ്രൂഷ വേല ചെയ്യാൻ തുടങ്ങി. രോഗം സൗഖ്യം ഈശോ കൊടുത്തു. എങ്ങനെയായിരുന്നു കർത്താവ് ആ ഒരു സൗഖ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്? കൊണ്ടുപോയത് ഞാൻ ദാനകേന്ദ്രത്തിൽ പോയി തന്നെ. ഇപ്പോൾ ഈ നടക്കാത്തൊരു കുട്ടി നടന്നപ്പോൾ പറഞ്ഞു, നീയാണ് സത്യദൈവം ദൈവം. ഇപ്പോൾ എത്രയും കാലം വഴുകിപ്പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞു, നീയാണ് സത്യദൈവം എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ സമയത്ത് അരുളിക്കീന്ന് ഞാൻ കാണുകയാണ് ഒരു രക്തം പാർന്നൊരു മുഖം ഈ ആരാധനയിൽ എഴുന്നേച്ച് വിളിച്ച്. അങ്ങനെ എൻ്റെ മുഖത്തേക്ക് വന്നു. ഞാൻ വെറുതെ നോക്കി എന്നെ ഇത് ഫോട്ടത്തിൽ ചിത്രത്തിൽ കാണുന്നത്, അവർ ചിലപ്പോൾ അതിൽ വെച്ചിട്ട് കാണിക്കാമെന്ന് ചോദിച്ചു. പിന്നെ കണ്ണടച്ചു, നമുക്കൊന്നും വിശ്വാസമല്ല. പിന്നെ എൻ്റെ മുഖത്തോട് മുഖം മൊത്തം വന്നു മോളി. അപ്പോൾ അതിലങ്ങനെ തരിച്ച് ഞാൻ ഓർമ്മയില്ലാണ്ട് വീണു. അപ്പം തന്നെ പിറ്റേ ദിവസം ഞാൻ ഈ ചോരമൂത്രം ഇന്ന് വരയ്ക്കും ഒരു കാരണവശാലും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ചാമേട്ടൻ പറഞ്ഞില്ലേ മോൻ്റെ ശ്വാസമുട്ടിൻ്റെ കാര്യം, അത് ഇവരെ ഈ അസുഖത്തിൻ്റെ ഒക്കെ ചെറുതായിട്ട് മുമ്പേ തന്നെ ഞങ്ങൾ വേറൊരു വാടക വീടല്ല, വേറൊരു മാമൻ്റെ വീട്ടിൽ സൈഡിൽ ഇറക്കി കെട്ടി നിൽക്കണ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായി. അപ്പോൾ ഈ മോനെ എന്നും ശ്വാസം മുട്ടില്ല, തൊട്ടിയിൽ ഇങ്ങനെ തലവണ വെച്ചിട്ട് കുത്തനിരുത്തണ മാതിരിയാണ് അവനെ കിടത്തൽ. അപ്പം ന്യൂമോണിയും വന്നായിരുന്നു. വേണുഗോപാൽ ഡോക്ടർ പെരിന്തൽമണ്ണ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൻ ഇന്ന് തന്നെ അഡ്മിറ്റ് ആക്കണം, ഇത് ന്യൂമോണിയായി മാറിയിട്ടുണ്ട്, സൂചി വയ്ക്കണം, എന്നാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന് അഡ്മിറ്റ് ആക്കിയ പൈസ ഒന്നും ഇല്ല, അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോവാണ്, കുറച്ച് കൂടുതലാണെങ്കിൽ നാളെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഏട്ടനും ചേച്ചിയൊക്കെ പോട്ടയിലേക്ക് പോകാൻ വേണ്ടി പിറ്റേ ദിവസം പുറപ്പെട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അത്ര ശക്തിയുള്ള ദൈവമാണെങ്കിൽ ഈ മോന് ശ്വാസം മുട്ടൽ ഇന്ന് മാറുക, ഞാൻ നാളെ പോട്ടയിൽ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതം, ഞാൻ പിറ്റേ ദിവസം ഈ മോന് ഒരു കുഴപ്പമില്ല, ഓടിച്ചാടി നടക്കുക, ഒരു കുഴപ്പമില്ലാണ്ട് ഇവന് ശ്വാസമുട്ടൊക്കെ മാറി പൂർണ്ണ സൗഖ്യത്തോടെ നടക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, ഞാനിങ്ങനെ കോട്ടയിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ നേർന്നു. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനില്ല കൊള്ളാൻ പറ്റില്ല, ഈ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ മോനെ എടുത്ത് അവിടെ പോയി, പിന്നെ കൊണ്ടുപോയി അന്ന് പ്രാർത്ഥനയിലൊക്കെ കൂടി ഞാൻ പറഞ്ഞു ഈശോനോട്, ഈശോയെ എനിക്കൊരു 2 സെൻറ്റ് സ്ഥലവും ഒരു വീടും എനിക്ക് തരികയാണെങ്കിൽ ഈശോയുടെ ഒരു ഫോട്ടോ ഞാനവിടെ കലണ്ടർ കൊണ്ടുവന്ന് തൂക്കാമെന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. അത് വന്ന് 1 മാസം ആകുമ്പോഴേ തന്നെ 2.25 സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും കർത്താവ് എനിക്ക് വാങ്ങിത്തന്നു. പിന്നെ ഇവർ ഈ അസുഖത്തിലോടാണ് ഞങ്ങളെല്ലാം ഇട്ടെറിഞ്ഞ് ഈ ഈശോയിലേക്ക് വന്നത്. അങ്ങനെ ഒത്തിരി സഹനങ്ങളിലൂടെയാണെങ്കിലും തമ്പുരാൻ നിങ്ങളെ ഈശോയിലേക്ക് ഒത്തിരി അടുപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവം തന്നു, അങ്ങനെ കൂടെ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് തമ്പുരാൻ കൊണ്ടുവരുമായിരുന്നു.
സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീർക്കാം. ഇന്ന് ഞങ്ങളുടെ ഒപ്പമായിരുന്നതിനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒത്തിരി ഒത്തിരി നന്ദി. പങ്കുവെക്കുന്ന ഓരോ അനുഭവങ്ങളിലൂടെയും ശക്തനായ ഒരു ദൈവത്തിൻ്റെ കരം വീണ്ടും വെളിപ്പെടുകയാണ്. യെസ്, ഇറ്റ്സ് ഗോഡ്. അത്ഭുതങ്ങളുടെ, ദൈവിക ഇടപെടലുകളുടെ വിശേഷങ്ങൾ അത് ഇവിടെ തീരുന്നില്ല. ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.